ഇവിടെയല്ല, അവിടെ. എന്നാ പിന്നെ തുടങ്ങല്ലേ? ഈ ടൈപ്പിലുള്ള ഏത് പേനയും ഇതിന് യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ പേനയുടെ വലിപ്പമോ വണ്ണമോ ഒന്നും ഇതിന് പ്രധാനമേ അല്ല. ആദ്യം ഒരു 3-4 പേന എടുത്ത് സൈഡ് എത്തി അതിന്റെ കാല് സെറ്റ് ചെയ്യാം. എന്നാലും ഏറ്റവും വടിയിൽ കാല് വരുന്ന 4 സൈഡിലും ഒരു സൈഡിലും 3 പേന വീതം മൊത്തം 12 പേന. ഈ 12 പേന ഒരേ സൈസ് കിട്ടുകയാണെങ്കിൽ നന്നായിരിക്കും. എനിക്ക് ഇതിനിടയിൽ പറ്റിയ ഒരു അബദ്ധം എന്ന് പറയുന്നത്, ഞാൻ കുറച്ച് വലിപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പേനയുടെ വലിപ്പം കൂട്ടിയാണ് ഏറ്റവും അടിയിലെ ഭാഗം ഉണ്ടാക്കിയത്. എന്നാൽ അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അത്ര വലിപ്പം വേണ്ടാന്ന് തോന്നിട്ട് പിന്നെ അത് കട്ട് ചെയ്ത് വലിപ്പം കുറയ്ക്കേണ്ടി വന്നു. അതാണിത്. മെഷീൻ യൂസ് ചെയ്യാതെ ഇത് തന്നെ യൂസ് ചെയ്ത് കട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. കാരണം മെഷീൻ ആകുമ്പോൾ ചൂടാവുന്നതിനനുസരിച്ച് ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഉരുകും, അന്നേരം ബുദ്ധിമുട്ടുണ്ടാകും. ഇതാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ പണി തീരും. എന്നാൽ നല്ല ബുദ്ധിമുട്ടാണ് താനും. തുടങ്ങിയ സമയത്ത് ഞാനും കട്ട് ചെയ്യാൻ മെഷീൻ തന്നെ യൂസ് ചെയ്ത്, പിന്നീട് ഇങ്ങനെ ഉരുകുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുറച്ചുകൂടി പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മെഷീൻ മാറ്റിയിട്ട് ബ്ലേഡ് തന്നെ എടുത്തത്. കാണുമ്പോൾ കട്ട് ചെയ്ത് എത്രത്തോളം ചെറുതാക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല എന്ന് തോന്നിയേക്കാം, പക്ഷേ അത് തെറ്റിദ്ധാരണ മാത്രമാണ്. എത്ര തവണ എൻ്റെ കൈ മുറിഞ്ഞു എന്നും ഏതൊക്കെ പേരിൽ മുറിയാത്തുണ്ട് എന്നും എനിക്ക് തന്നെ അറിയത്തില്ല. എല്ലാ പേരിലും ഉണ്ട് മുറിവ്. പേനയുടെ സൈസ് ചെറുതാക്കുന്നതിനനുസരിച്ച് നമ്മുടെ കയ്യിലെ മുറിവിന്റെ പാടുകളും കൂടും. എന്നാൽ ഔട്ട്പുട്ടിൽ പെർഫെക്ഷൻ കുറച്ചുകൂടി കൂടുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ അതൊന്നും ഒരു കാര്യമായിട്ട് എടുത്തില്ല. അങ്ങനെ ചെറുതാക്കി എടുത്ത പേനകൾ ഇതുപോലെ ഇങ്ങനെ നിരത്തി വെക്കുക. കാണുമ്പോൾ തന്നെ നല്ല പാടാണ്. എത്ര തവണ വെച്ചതിന് ശേഷം ഇങ്ങനെ ഇരുന്നെന്ന് എനിക്ക് മാത്രം അറിയത്തു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വീഡിയോ കാണിക്കാൻ വേണ്ടി മാത്രം ഇതുപോലെ നിരത്തി വെക്കുന്നതായിട്ട് കാണിച്ചിട്ട് ഞാൻ ഒട്ടിച്ചപ്പോൾ ഓരോന്നായിട്ട് വെച്ചാണ് ഒട്ടിച്ചത്. അതാണ് കുറച്ചുകൂടി എളുപ്പം. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒട്ടിച്ചെടുത്ത് ഇതുപോലെ ഇവിടെ വെച്ച് ഒട്ടിക്കുക, എന്നിട്ട് അവിടെയും വെച്ച് ഒട്ടിക്കുക. അന്നേരം സെന്റർ ഭാഗത്ത് ഇതുപോലെ സ്പേസ് കിട്ടും. എന്തിനാണ് ഈ സ്പേസ് എന്ന് ചോദിച്ചാൽ, നമ്മൾ ചെയ്യുന്ന വർക്കിൽ വലിയ പ്രയോറിറ്റി ഒന്നും ഇല്ല. എന്നാൽ പോലും ഞാൻ യൂട്യൂബിൽ ഇതിൻ്റെയൊക്കെ വീഡിയോ കണ്ടപ്പോൾ അടിയിൽ നിന്ന് നോക്കുമ്പോൾ ഇതുപോലെ ഒരു വ്യൂ ഉണ്ട്. അതിനുവേണ്ടി സെറ്റ് ചെയ്തെന്ന് മാത്രം. അത് നിർബന്ധമില്ല, വേണമെങ്കിൽ വെച്ചാൽ മതി, ഇരിക്കട്ടെ രസത്തിന്. ഇനി നെക്സ്റ്റ് പരിപാടി, ഇതിന്റെ ഈ ഭാഗത്ത് ഇതുപോലെ പേനകൾ വെച്ച് ഒട്ടിച്ചെടുക്കുക. ഒട്ടിച്ചെടുക്കുന്ന പേനകൾക്ക് തിക്നെസ് കുറയ്ക്കാം. എന്നാൽ ഒരു പരിധി കൂടുതൽ തിക്നെസ് കുറച്ചാൽ പേന ഒടിഞ്ഞു പോകുന്നുള്ള കാര്യം ഞാൻ പറയാണ്ട് തന്നെ അറിയാലോ. അങ്ങനെ ഒടിയാൻ പാടില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ തിക്നെസ് കുറയ്ക്കുന്നതിനനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള മുറിവിന്റെ എണ്ണവും കൂടും. അങ്ങനെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിന്റെ പരിപാടി അവിടെ മാറ്റി വെച്ചിരിക്കുകയാണ്, കുറച്ച് റെസ്റ്റ് ചെയ്യട്ടെ. ഇനി നമുക്ക് നെക്സ്റ്റ് ഫ്ലോറിന്റെ പരിപാടിയിലേക്ക് കിടക്കാം. അതായത് കുറച്ച് ടൈം എടുത്ത് സ്കെയിൽ വെച്ച് അളന്ന് മുറിച്ചൊക്കെ ഇത് സെറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയത് കൂടുതൽ പെർഫെക്ഷൻ കിട്ടും. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എത്ര തവണ അളന്ന് മുറിച്ചാലും എന്തെങ്കിലുമൊക്കെ കുഴപ്പം വരും. അതങ്ങനെയാണല്ലോ. വീഡിയോ കാണുന്ന പോലെ സ്റ്റെപ്പ് ആയിട്ടൊന്നും അല്ല ഞാൻ ചെയ്തത്. ഞാൻ ചെയ്തപ്പോൾ ഫസ്റ്റ് ഫ്ലോറിന്റെ പരിപാടി കഴിഞ്ഞ് സെക്കൻഡ് ഫ്ലോർ എല്ലാത്തിൻ്റെയും സ്ട്രക്ചർ റെഡി ആക്കിയതിന് ശേഷം പിന്നെ തേർഡ് ഫ്ലോറിന്റെ പരിപാടി കംപ്ലീറ്റ് ആക്കി. അതിന് ശേഷം സെക്കൻഡ് ഫ്ലോർ, പിന്നെ വീണ്ടും ഫസ്റ്റ് ഫ്ലോർ, പിന്നെ സെക്കൻഡ്, പിന്നെ ചിലപ്പോൾ ഫസ്റ്റിലേക്ക് വീണ്ടും പോകും, പിന്നെ തേർഡ്. അങ്ങനെയൊക്കെ ആണ് ചെയ്യാക്കി എടുത്തത്. കാരണം സ്ട്രക്ചർ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പരിപാടികൾ നമുക്ക് സൗമ്യം പോലെ ചെയ്തെടുത്താൽ മതി, വലിയ ഇഷ്യൂ വരുന്നില്ല. അങ്ങനെ സെക്കൻഡ് ഫ്ലോറിന്റെ പണി ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ നമുക്ക് അതിന്റെ മുകളിൽ കവർ ചെയ്താൽ മാത്രം മതി, ബാക്കിയുള്ള പരിപാടിയും തീർന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലെ ഫ്ലോറിന്റെ പരിപാടി തീർന്ന ശേഷമാണ് ഞാൻ സെക്കൻഡ് ഫ്ലോർ കംപ്ലീറ്റ് ചെയ്തത്. വീഡിയോ കണ്ടപ്പോൾ എല്ലാം കണ്ടിന്യൂ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നു മാത്രം. പിന്നെ ഞാൻ ചെയ്തതുപോലെ സ്ട്രക്ചർ മൊത്തം ഉണ്ടാക്കിയതിന് ശേഷമാണ് ബാക്കി പരിപാടി ചെയ്യുന്നത് എങ്കിൽ കവർ ചെയ്യുമ്പോൾ, അതായത് സെക്കൻഡ് ഫ്ലോർ കവർ ചെയ്യുമ്പോൾ ഇതിന്റെ ഇടയിൽ തന്നെ വെച്ച് കവർ ചെയ്യുക. അതല്ല എങ്കിൽ മുകളിലെ ഭാഗം ഇതുമായിട്ട് മാച്ച് ആയില്ല എന്ന് വരും. എന്ന് കരുതി വച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ ഈ ഒറിജിനൽ വീഡിയോ കണ്ടപ്പോൾ അതിന്റെ അടിയിൽ നിന്നുള്ള വ്യൂ ഒക്കെ നോക്കിയിട്ട് ഞാൻ അങ്ങനെ സെറ്റ് ചെയ്തെന്ന് മാത്രം, നിർബന്ധമൊന്നുമില്ല. അങ്ങനെ സെക്കൻഡിന്റെയും പരിപാടി കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ തേർഡിന്റെ പരിപാടിയിലോട്ട് കടന്നു. ഇതാണ് ഏറ്റവും കൂടുതൽ വലിപ്പം വരുന്ന പോർഷൻ. ഇതാണ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ടഫായ പോർഷനും. അതുകൊണ്ട് തന്നെ ഇത് പറയുന്നതിലും നല്ല നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുന്നതായിരിക്കും. പിന്നെ മിക്കവർക്കും തന്നെ വരാവുന്ന സംശയം, ഇത് ഒറ്റ സ്ട്രക്ചറിൽ തന്നെ ചെയ്തുകൂടെ, എന്തിനാണ് പാർട്സ് ആയിട്ട് ചെയ്തതെന്നാണ്. നമ്മൾ പാർട്സ് ആയിട്ട് ചെയ്തപ്പോൾ തന്നെ ഇത് നമുക്ക് ഉള്ളിലൊക്കെ കൈയിട്ട് സാധനം ഒട്ടിച്ചെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒറ്റ സ്ട്രക്ചർ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ നിൽക്കേണ്ടി വരും, ഒരുപാട് ടൈം നിന്ന് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ മടുത്ത് നമ്മൾ ഇടയ്ക്ക് വെച്ച് പണി ഇട്ടിട്ട് പോകും. പിന്നെ നമ്മൾ ഏറ്റവും ടോപ്പിലെ ഭാഗത്ത് പണിയൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒടിഞ്ഞൊക്കെ പോകും. ഒറ്റ സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചാടി നിൽക്കാനൊന്നും പറ്റില്ലല്ലോ, ഇത് നിലത്ത് കടത്തിയിട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ചിലപ്പോൾ ഒടിഞ്ഞു പോകാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഞാനിത് പാർട്സ് ആയിട്ട് ചെയ്തതിൻ്റെ പിന്നിൽ ഉദ്ദേശിച്ചതൊന്നുമല്ല. ഇത് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ ഗൂഗിളിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എൻ്റെ ആദ്യത്തെ ആഗ്രഹം, ഇത് എന്താണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഉണ്ടാക്കി കംപ്ലീറ്റ് ചെയ്യുന്നവരെ ഇത് കാണുന്നവർക്ക് ആർക്കും മനസ്സിലാവരുത് എന്നായിരുന്നു. അത് ഇതായാലും സാധിച്ചു. ആ ആഗ്രഹം എന്തുകൊണ്ട് ഉപകാരപ്പെട്ടു, കാരണം ഒറ്റ സ്ട്രക്ചറിൽ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഞാൻ ഇതിൻ്റെ ഇരട്ടി ടൈം എടുത്തതന്നെ ഈ സാധനം കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ 2 മാസമാണ്, ചിലപ്പോൾ 5-6 മാസം എടുക്കേണ്ടി വന്നേനെ, കാരണം അത്രത്തോളം ടഫായിരിക്കും. ഇത് 3 പാർട്സ് ആയിട്ട് തന്നെ നല്ല ടഫായിരുന്നു. പിന്നെ ഇതിൻ്റെ മേക്കിംഗ് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്നതിനെപ്പറ്റി യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ആലോചിച്ച് ഒരുവിധം എങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്തെടുത്തതാണ്. ഇത് മുഴുവൻ ഇതും പേന തന്നെയാണ്. പേനയുടെ ഏറ്റവും ടോപ്പ് ഭാഗം എല്ലാം മിക്സ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇത് എൻ്റെ ഐഡിയക്ക് അനുസരിച്ച് ഉണ്ടാക്കിയെടുത്തതുകൊണ്ട് തന്നെ ഒറിജിനലും ഇതുമായിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ഉണ്ടാക്കിയെടുത്താൽ മതി. കാണുമ്പോൾ ഈ ഒരു മോഡൽ വേണമെന്നുള്ളൂ. എന്നാൽ പിന്നെ ഇനി ഔട്ട്പുട്ട് ഒന്നുകൂടി കണ്ടാലാ.
ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും പണിതുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയപ്പെടുന്നതെങ്കിലും നിലവിൽ അത് പൂർത്തീകരിക്കുകയാണല്ലോ. എന്നാൽ നമ്മൾ പണിത് വന്നപ്പോൾ അതാണ് നോക്കി